1 തെസ്സലോനിക്കർ 4:14 പറയുന്നു, കർത്താവ് താൻ ഗംഭീരനാദത്തോട് പ്രധാന ദൂതന്റെ ശബ്ദത്തോട് ദൈവത്തിന്റെ കാഹളനാദത്തോടുകൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ എഴുന്നേൽക്കും, ജീവിച്ചിരിക്കുന്ന നാമോ അവരുടെ രണ്ടാമതെടുക്കപ്പെടും. ഇന്ന് ഞാൻ കുത്തി പറയാം, എങ്ങനെ സ്റ്റിക്ക് ചെയ്ത് പറയാം. കർത്താവിന്റെ പ്രത്യക്ഷതയിൽ എടുക്കപ്പെടുന്ന ഒരൊറ്റ കൂട്ടമേ ഉള്ളൂ. ആർക്കെന്നോട് കരുവ് തോന്നിയാലും ഞാൻ ഇവിടെ സത്യസുവിശേഷം വെള്ളം ചേർക്കാതെ വിളിച്ചു പറയുക, കർത്താവിന്റെ പ്രത്യക്ഷതയിൽ എടുക്കപ്പെടുവാൻ യോഗ്യരായിട്ടുള്ളവർ സ്നാനപ്പെട്ട് ക്രിസ്തുവിനോട് ചേർന്നവരാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, താൻ ഗംഭീരനാദത്തോട് പ്രധാന ദൂതന്റെ ശബ്ദത്തോട് ദൈവത്തിന്റെ കാഹളനാദത്തോട് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യം എഴുന്നേൽക്കും. എന്ന് പറഞ്ഞാൽ യേശു കർത്താവിന്റെ വരവിന് മുമ്പേ മരിച്ച് കല്ലറയ്ക്കകത്ത് കിടക്കുന്ന സ്നാനപ്പെട്ട സകല എണ്ണവും ആദ്യം എഴുന്നേൽക്കും. പിന്നീടോ ശേഷിച്ചിരിക്കുന്ന നാം യേശു ഇപ്പോൾ വരുമ്പോൾ ഇതിനകത്ത് സ്നാനപ്പെട്ടവർ ജീവനോട് ഇരിപ്പുണ്ടെങ്കിൽ നീയും എടുക്കപ്പെടും. ഇത് വായിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിനകത്ത് വലിയൊരു വേദനയുണ്ട്. രണ്ടാമത് മൂന്നാമത് ഒരു ഗ്രൂപ്പിനെ സ്വർഗത്തോട്ട് കൊണ്ടുപോകത്തില്ല. ഹല്ലേലൂയ. എത്ര വലിയ സത്യത്തിലോട്ടൊന്ന് കടക്കുന്നുണ്ട്, എത്ര വലിയ ഈ ബോധ്യതയിലോട്ട് കടന്നു വരുന്നുണ്ട്. ഇന്ന് ബൈബിളിൻ്റെ അകത്തെ മെയിൻ കഥാപാത്രം യേശു കർത്താവാണ്. അതിനകത്തെ മെയിൻ സബ്ജക്റ്റ് സ്നാനവും നിത്യതയും ഒക്കെയാണ്. അത് വേണ്ടാന്ന് വെച്ച് ജീവിതം കഴിക്കുന്നവർ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് നിന്റെ മനസാക്ഷി തുറക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൽ യേശു കർത്താവ് 30-ാമത്തെ വയസ്സിൽ യോഹന്നാന്റെ കരക്കലിൽ സ്നാനപ്പെടുവാൻ യോർദാൻ നദിയിൽ ഇറങ്ങി ചെല്ലുമ്പോൾ യോഹന്നാൻ അവനെ വിലക്കിയിട്ട് പറഞ്ഞു, കർത്താവേ, നീ വേണം എന്നെ സ്നാനപ്പെടുത്താൻ. അതിന് യേശു കൊടുത്ത മറുപടി, യോഹന്നാനെ, ഇപ്പോൾ സമ്മതിക്ക, ഇങ്ങനെ സ്വർഗത്തിന്റെ സകല നീതിയും നടപ്പാക്കേണ്ടത് നമുക്ക് ഉചിതമത്രേ. 12 എണ്ണത്തിൽ ഒരുവൻ പറഞ്ഞതല്ലത്, യേശു പറഞ്ഞതാണ്, ചെയ്തു കാണിച്ചു. ആ ചെയ്തത് തടയാൻ ചെന്ന യോഹന്നാനോട് പറയുകയാണ്, ഇപ്പോൾ നീ എന്നെ സ്നാനപ്പെടുത്തുക. ഇത് സ്വർഗത്തിന്റെ നീതിയാ. യോഹന്നാനെ, എന്നെ തടയരുത്, ഇത് സ്വർഗത്തിന്റെ നീതിയാ. ഇതൊരു പെന്തക്കോസ്തുകാരുടെ നീതിയല്ല, ഇത് സ്വർഗത്തിന്റെ നീതിയാ. ഇത് നടപ്പാക്കുന്നതാണ് നമുക്ക് ഉചിതം. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിന്റെ പ്രിയ മക്കളെ, ഇതുവരെ സ്നാനപ്പെടുവാൻ നിനക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ, നീ യേശുവിന്റെ ദൈവമാണെന്ന് പറഞ്ഞു നടക്കുന്നെങ്കിൽ, യേശു അന്ന് പറഞ്ഞു വെച്ചത് ഇന്ന് 2025 ഞങ്ങൾക്ക് പ്രസംഗിക്കുവാൻ ദൈവം പറഞ്ഞു വെച്ച പോയിന്റ്, ഇത് സ്വർഗത്തിന്റെ നീതിയാ. യേശുവിന്റെ നാമത്തിൽ പിതൃപാരമ്പര്യയുടെ കെട്ടുകൾ പൊട്ടിപ്പോട്ടെ. പച്ചയായ സത്യ സുവിശേഷത്തിലോട്ട് ജനങ്ങൾ കടന്നു വരട്ടെ. കർത്താവിന്റെ രണ്ടാമത്തെ വരവിൽ എടുക്കപ്പെടുവാൻ തക്കവണ്ണം ഒരുക്കമുള്ളവരായി തീരട്ടെ. ഇത് സ്വർഗത്തിന്റെ നീതിയാ. യേശു പറയുന്നു, ഇത് സ്വർഗത്തിന്റെ നീതിയാണ്. ഹല്ലേലൂയ. മത്തായി 3:6 തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് അവർ സ്നാനപ്പെട്ടു. സ്നാനപ്പെടുന്നത് എന്തിനാണെന്നറിയാമോ? ഒരു സഭയോട് ചേരുവാനല്ല, നിങ്ങളുടെ പാപത്തിന് പരിഹാരമത്രേ. മർക്കോസ് 14:16 വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്തവൻ രക്ഷിക്കപ്പെടും, അല്ലാത്തവർ ശിക്ഷാവിധിയിൽ അകപ്പെടും. ഇത്രയും കാര്യങ്ങൾ ബൈബിൾ നിങ്ങളുടെ അടുത്ത് വിളിച്ചു പറഞ്ഞിട്ടും ഇതിനെ പ്രസംഗിക്കാൻ ആളില്ല. ഇത് പ്രസംഗിച്ച് ജനത്തിനെ കേൾപ്പിക്കുവാൻ ദൈവത്തിന്റെ അഭിഷിക്തന്മാരില്ല. ഇന്ന് ഈ കാലഘട്ടത്തിൽ പ്രവചനങ്ങൾ മാത്രമേ ഉള്ളൂ. ജനത്തിന് വേണ്ടത് കാറും വലിയ ഭവനവുമോ. ആർക്കും അവന്റെ നിത്യനെ പറ്റി ഭയമില്ല, ആശങ്കയില്ല. കാരണം അവർക്ക് ഈ സത്യം അറിയത്തില്ല. യേശു പറയുന്നു, നിന്റെ മുകളിൽ ശക്തി വരുമ്പോൾ
നീ ശക്തി പ്രാപിച്ച് ഭൂമിയുടെ അറ്റത്തോളം ചെന്ന് സകല ജനത്തിനോട് സുവിശേഷം പറഞ്ഞ് സകലരെയും സ്നാനപ്പെടുത്തി എൻ്റെ ശിഷ്യന്മാരാക്കണം. എത്ര പേര് ഇന്ന് പകൽക്കാലം ഹൃദയത്തിൻ്റെ മനസാക്ഷിക്കകത്ത് ഇതുവരെ സ്നാനപ്പെടാത്തവരാരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഇതൊരു സംഘടന പറഞ്ഞതല്ല, ഇതൊരു സംഘടനയുടെ തീരുമാനമല്ല, ഇത് സ്വർഗത്തിന്റെ തീരുമാനമാ. പാപത്തിന്റെ പരിഹാരം സ്നാനം ഒന്ന് മാത്രം. അതിന് പകരം വെക്കുവാൻ ഈ ഉലകത്തിൽ മറ്റൊന്നിനും കഴിയത്തില്ല. ഹല്ലേലൂയ. എത്ര പേരുടെ മനസാക്ഷിക്കകത്ത് എനിക്ക് സ്നാനപ്പെട്ട് കർത്താവിനോട് ചേരണമെന്ന് ആഗ്രഹം തോന്നുന്നു. ഇതുവരെയായിട്ടും എനിക്ക് ഇതിനകത്തോട്ടൊന്നും ഇറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ എനിക്കും എൻ്റെ കർത്താവിനോട് ചേരണം. റോമർ 6 പറയുന്ന യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനപ്പെട്ട നിങ്ങളെല്ലാവരും അവൻ്റെ മരണത്തിലും ഉയർപ്പിലും പങ്കാളിയാകുന്ന സ്നാനത്താൽ അവനോട് കൂടെ ജനിക്കപ്പെട്ടു. കേട്ടോ, ഇന്നെന്നെ കേൾക്കുന്നവർ, ദൂരദേശത്തിൽ നിന്ന് കേൾക്കുന്നവർ, ഞാൻ കള്ളമില്ലാത്തൊരു ദൈവദാസനാണ്. ആരുടെയെങ്കിലും ഒരു മരണവാർത്ത എന്നോട് വിളിച്ചു പറഞ്ഞാൽ ഞാൻ ആദ്യമേ ചോദിക്കുന്നതാണ്, അവർ സ്നാനപ്പെട്ടതാണോ അല്ലയോ. സ്നാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷമാണ്, അല്ലെങ്കിൽ ദുഃഖമാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, നീ ഭൂമിയിൽ എന്തെല്ലാം നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടമായാൽ എന്ത് പ്രയോജനം? ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് ഞാൻ ഹൃദയം കൊണ്ട് ഇങ്ങനെ പറഞ്ഞു നിർത്തട്ടെ, ഇതുവരെ എനിക്ക് സ്നാനപ്പെടാൻ കഴിഞ്ഞില്ല. ഇനി നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്. ടൈം കഴിയാറായി. ഇത് സുപ്രസാദ കാലമാണ്. യേശു കർത്താവ് അടുത്ത നിമിഷം വന്നാൽ നിന്റെ അവസ്ഥ എന്തായി തീരും ചിന്തിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. ഇനി ഇതുവരെയായിട്ടും എനിക്ക് സ്നാനപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. എനിക്ക് സ്നാനപ്പെടണമെന്ന് ആഗ്രഹമുള്ളവർ ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തിക്കാട്ടെ. ഹല്ലേലൂയ. എന്നെ മീഡിയയിൽ കൂടെ കേൾക്കുന്നവർ ഇതുവരെയായിട്ടും നീ സ്നാനപ്പെട്ടിട്ടില്ലെങ്കിൽ വളരെ പെട്ടെന്ന് ഒരു ദൈവത്തിൻ്റെ അഭിഷിക്തനുമായിട്ട് കണക്റ്റഡ് ആകുക. വളരെ പെട്ടെന്ന് സ്നാനപ്പെട്ട് കർത്താവിനോട് ചേരുക. വിശ്വസിക്കുന്നവർ കരങ്ങളിൽ ചേർത്തടിച്ച് എൻ്റെ ദൈവത്തിന് നല്ലൊരു മൗനം കൊടുത്താട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു നിർത്തട്ടെ, രക്ഷയുടെ മാർഗത്തിൽ വന്ന നീ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല.